വരവേൽപ്പ് എന്ന സിനിമയിൽ തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. വരവേൽപ്പ് എന്ന സിനിമ അന്നൊരു പ്രതീകാത്മകമായ ഒരു കാഴ്ചയാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഫാക്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ഡോക്ടർ MK മേനൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ആരോടും പരിഭവങ്ങളില്ലാതെ. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ട്രേഡ് യൂണിയനിസം എന്നുള്ളത് യൂണിയൻ ട്രേഡിസമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമരം എന്നുള്ളത് അന്ന് തൊഴിലാളി സംഘടനയുടെയല്ല, തൊഴിലാളി നേതാവിൻ്റെ ആവശ്യമായിരുന്നുവെന്നും ഒരു സമരം കഴിയുമ്പോൾ ഒരു വീടോ അതല്ലെങ്കിൽ ഒരു കാറോ ഒക്കെ ഒരു ട്രേഡ് യൂണിയൻ തൊഴിലാളി സ്വന്തമാക്കിയിരുന്ന കാലമുണ്ടായിരുന്നുവെന്നും 1980-കളിൽ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഈ വരവേൽപ്പ് എന്ന സിനിമയുണ്ടാവുന്നത്. അതായത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തെ എന്നും ഉയർത്തിപ്പിടിച്ചവരാണ് കേരളം. അതിനെ ആരും തള്ളിപ്പറഞ്ഞിട്ടുമില്ല. പക്ഷേ അവിടെ കടന്നു വന്ന ഒരു അപജയം എന്ന് പറയുന്നത് ആ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കടന്നുകൂടുകയും രാഷ്ട്രീയത്തിനേക്കാളപ്പുറം ആ നേതാക്കൾക്ക് വഴിവിട്ട ജീവിതം നയിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാറുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ അവിടെയാണ് MK നായരുടെയൊക്കെ ഈ പുസ്തകം വളരെ പ്രസക്തമാകുന്നത്. ഇന്ന് ആ വരവേൽപ്പ് എന്ന സിനിമയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഇന്ന് മറ്റൊരു തരത്തിലുള്ള വരവേൽപ്പാണ് ഇന്നത്തെ ഈ ഗ്ലോബൽ സമ്മിറ്റ് വിഭാവനം ചെയ്തത്. ഇൻവെസ്റ്റ് കേരള, ഇൻവൈറ്റിംഗ് കേരള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളം ക്ഷണിക്കുകയാണ്, കേരളം വരവേൽക്കുകയാണ് നിക്ഷേപങ്ങളെ, ലോകമെമ്പാടുമുള്ള വലിയതും ചെറുതുമായ നിക്ഷേപങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നൊരു വാതിലായിട്ട് മാറുകയാണ്. വരവേൽപ്പിൻ്റെ അർത്ഥം മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 1989-ലാണ് ഈ പുസ്തകം ഇറങ്ങുന്നതെങ്കിലും വരവേൽപ്പ് എന്ന സിനിമ ആ കാലഘട്ടത്തിലാണ് ഉണ്ടാവുന്നതെങ്കിലും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റമുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ അൺഎംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട, നമ്മുടെ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട, നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട വലിയൊരു ചോദ്യമാണ്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെയും IHD-യുടെയും കണക്ക് പ്രകാരം കേരളത്തിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ 15 വയസ്സിനും 29 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരിൽ 31% ആളുകൾ ഇപ്പോഴും അൺഎംപ്ലോയിഡ് ആണ് എന്നുള്ളതാണ്. ഈ കണക്കുകൾ യഥാർത്ഥത്തിൽ ഒഡീഷയുടെയും ബീഹാറിൻ്റെയും തൊട്ടുമുന്നിൽ മാത്രമാണ് നമ്മളെന്ന ഞെട്ടിപ്പിക്കുന്ന കണക്ക് നൽകുന്നത്. എന്നാൽ മറ്റൊരു കണക്ക് കൂടിയുണ്ട്, അതാണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ദേശീയ ശരാശരി ഓരോ ദിവസത്തെയും വേജ് നമ്മൾ പരിശോധിച്ചാൽ കാഷ്വൽ വർക്കേഴ്സിൻ്റെ വേജ് നോക്കിക്കഴിഞ്ഞാൽ 9,000-ഓളമാണ് ദേശീയ ശരാശരി. കേരളത്തിൽ അത് വന്നു നിൽക്കുന്നത് 14,000-ന് മുകളിലാണ്. അപ്പോൾ കാഷ്വൽ ലേബേഴ്സിൻ്റെ ഡെയിലി വേജിൻ്റെ കാര്യത്തിൽ കേരളം ഇന്ത്യയിൽ തന്നെ ഒന്നാമത് നിൽക്കുകയും എന്നാൽ അതേ സംസ്ഥാനം തന്നെ അഭ്യസ്തവിദ്യരായ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണത്തിൽ പിന്നാക്കം നിൽക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തെ സർക്കാർ അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? കോവിഡിന് ശേഷമുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം, ഒരു സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത് നമ്മെ വല്ലാതെ പരിഭ്രമിപ്പിച്ച ഒന്നാണ്. ചെറുപ്പക്കാർ കൂട്ടത്തോടെ അതിനുശേഷം ഇവിടെ നിന്ന് വിട്ടുപോയി. ഈ സ്മോൾ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രി, MSME എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സാധ്യതയായിട്ട് കേരളം കണക്കാക്കി എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന് വ്യവസായ വകുപ്പ് അടക്കം കണക്കിലാക്കുന്ന 3 പ്രധാനപ്പെട്ട അടിസ്ഥാന നേട്ടങ്ങളുണ്ട്, അഥവാ നമ്മുടെ വിഭവങ്ങളുണ്ട്. ഒന്ന്, മാനവ വിഭവശേഷി എന്നുള്ളതാണ്. അതിനെ വ്യവസായ മന്ത്രി വിശേഷിപ്പിക്കുന്നത് ടാലൻറ്റ് പൂൾ എന്നാണ്. നമ്മൾ തന്നെ ഏകദേശം 3 ലക്ഷത്തോളം പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കിയപ്പോൾ അതിൽ പങ്കെടുത്തിരിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം നോക്കിയാൽ 20 വയസ്സിനും 30 വയസ്സിനും താഴെയുള്ള ചെറുപ്പക്കാരാണ്. IT മേഖലയിൽ, എയ്റോസ്പേസ് മേഖലയിൽ, റോബോട്ടിക്സിൽ, എന്തിനേറെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഒക്കെ നിക്ഷേപിക്കാൻ വരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരാണ് കടന്നു വരുന്നത് എന്നുള്ളതാണ്. ഒരു വലിയ ടാലൻറ്റ് പൂൾ നമുക്കുണ്ട്. അത് ഒരു വലിയ അനുഗ്രഹമാണ് കേരളത്തിന്. ആ ടാലൻറ്റ് പൂളിനെ നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റീവായി, സർഗാത്മകമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് നമ്മുടെ വികസന പാത തെളിയുന്നത്. നമ്പർ 2, ലോകത്തെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്ലൈമാറ്റിക് കണ്ടീഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ബാംഗ്ലൂരുവിന് സമാനമായ, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങൾക്ക് സമാനമായ, ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ മാറുന്നുണ്ടെങ്കിൽ പോലും ആ രീതിയിൽ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ കേരളത്തിലുണ്ട്. വെള്ളത്തിൻ്റെ ലഭ്യത നമുക്കുണ്ട്. മൂന്നാമത്തതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കണക്ടിവിറ്റി എന്നുള്ളത്. കേരളത്തിൻ്റെ തലങ്ങും വിലങ്ങും ദേശീയപാതകൾ, ഇനി കണ്ണാടി പോലെ മിന്നുന്ന ദേശീയപാതകളാണ് വരാൻ പോകുന്നത്, മലയോര ഹൈവേകൾ വരാൻ പോകുന്നത്. ആ ദേശീയപാത 17 മണിക്കൂർ എന്നുള്ളത് 7 മണിക്കൂറായിട്ട് ചുരുങ്ങാൻ പോവുകയാണ്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? കേരളം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കോറിഡോറായി മാറുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഒരു അർബൻ കോറിഡോറായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഇരു കരകളിലുമുള്ള മനുഷ്യർക്ക് ഒരുപാട് വികസന സാധ്യതകളുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ രീതിയിൽ വിഷം വമിക്കുന്നതോ വലിയ രീതിയിൽ മലിനീകരണം ഉണ്ടാക്കുന്നതോ ആയ റെഡ് കാറ്റഗറിയിൽ പെട്ടിരിക്കുന്ന ഇൻഡസ്ട്രികൾക്കല്ല ഇവിടെ സാധ്യതയെന്നും ഗ്രീൻ, വൈറ്റ്, ഒരു പരിധിവരെ ഓറഞ്ച് സോണിലും പെട്ടിരിക്കുന്ന
ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഇവിടെ വലിയ സാധ്യതയുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നു. ആ മേഖലകളിലേക്ക് 22ഓളം പ്രധാനപ്പെട്ട കീ ഇൻവെസ്റ്റിംഗ് ഏരിയകൾ കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്. ഈ സാധ്യതയാണ് യഥാർത്ഥത്തിൽ ഈ ഇൻവെസ്റ്റ് കേരളയ്ക്ക് വേണ്ടി കേരളം തുറന്നു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിന് സംഭവിച്ചൊരു വലിയ മാറ്റമുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും രണ്ടാം പിണറായി സർക്കാരിൽ എത്തിക്കുമ്പോഴേക്കും നമ്മളുടെ സാമ്പത്തികാവസ്ഥ, നമ്മളുടെ സാമൂഹിക സാഹചര്യം നമ്മളെ നിർബന്ധിതമാക്കുന്നുണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളം മാറേണ്ടതുണ്ട്. വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു 5ഓളം മാറ്റങ്ങൾ നമ്മൾക്ക് എണ്ണി പറയാൻ പറ്റും. കേരളത്തിൻ്റെ സർക്കാരിൻ്റെ പോളിസിയിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളാണ്. അത് ഏതെങ്കിലും തരത്തിൽ ട്രേഡ് യൂണിയൻ മനോഭാവത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ട്രേഡ് യൂണിയൻ മനോഭാവം അങ്ങനെ ഒരു പെട്ടെന്നൊരു ദിവസം സ്വിച്ചിട്ടാൽ മാറുന്നതല്ല. അത് വലിയ മാറ്റങ്ങളുടെ തുടർച്ചയായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. ഇന്ന് തിരുവാർപ്പിൽ നമ്മൾ കണ്ടതല്ലേ, കുറേ ദിവസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ വർഷമോ, തിരുവാർപ്പിൽ ബസ്സിന് മുന്നിൽ പോയി കൊടി പിടിക്കുന്നയാൾ എൻ്റെ കൊടിയിൽപ്പെട്ടാൽ നിന്റെ ബസ് ഞാൻ കത്തിക്കും എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ നേതാവ് അന്നത്തെ വരവേൽപ്പിലെ നേതാവിൻ്റെ മറ്റൊരു തുടർച്ചയായിരിക്കാം. പക്ഷേ ഇന്നിപ്പോൾ ഒരു പൊതുസമൂഹവും രാഷ്ട്രീയ കക്ഷിക്കും ഈ ചുമട്ടു തൊഴിലാളികളുടേതാണെങ്കിലും ബാക്കിയുള്ള തൊഴിലാളികളുടേതാണെങ്കിലും നോക്കുകൂലിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ നോക്കുകൂലി എവിടെയുണ്ടെങ്കിലും പൊതുസമൂഹത്തിനൊരു ധാർമ്മിക രോഷം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാട് മാറുന്നത്, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നോക്കൂ, 5 മേഖലകളിലെ മാറ്റം. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമായി ഞാൻ മനസ്സിലാക്കുന്നത് വിവിധ സർക്കാരുകൾ, UDF സർക്കാരും LDF സർക്കാരും കൊണ്ടുവന്ന നിക്ഷേപ സൗഹൃദ യജ്ഞങ്ങളുടെ ഭാഗമായി നമുക്ക് K-SWIFT വഴി ഏകജാലക സംവിധാനം വന്നു. പണ്ടങ്ങനെയല്ല, ഒരു നിക്ഷേപം വന്നാൽ ആ നിക്ഷേപം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പല ഓഫീസുകളിൽ, പഞ്ചായത്ത് ഓഫീസ് മുതൽ വ്യവസായ ഓഫീസ് വരെ നൂലാമാലകൾ കടന്നു കയറണമായിരുന്നു. 1996 തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫാക്ടറീസ് ആൻഡ് ട്രേഡ് ചട്ടമുണ്ട്. ആ ചട്ടമാണ് ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വിപ്ലവകരമായ മാറ്റമെന്നാണ്. രാഷ്ട്രീയമായി അതിന് ചില ഉണ്ട്. കാരണം അതിൽ പഞ്ചായത്തിൻ്റെ അധികാരങ്ങൾ കുറയ്ക്കുന്നു എന്നുള്ള ഒരു വലിയ വിമർശനമുണ്ടെങ്കിൽ പോലും ഇന്നിപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ ആവശ്യമില്ല. അതിൽ തന്നെ ഇപ്പോൾ ഒരു VCR കട തുടങ്ങാൻ പഞ്ചായത്തിൻ്റെ പെർമിഷൻ വേണം. അത് VCR എന്നുള്ളത് കാലഹരണപ്പെട്ടു. അവിടെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ആ 159ഓളം പ്രധാനപ്പെട്ട നിക്ഷേപങ്ങളും സംരംഭങ്ങളും തുടങ്ങുന്നതിന് പഞ്ചായത്തിൻ്റെ അനുമതി വേണമുള്ളത് മാറുകയും പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി എന്നതാവുകയും ചെയ്തു. അതൊരു വലിയ മാറ്റമാണ്. K-SWIFTൻ്റെ കാര്യത്തിൽ ഏകജാലക സംവിധാനം വന്നു. രണ്ടാമത്തെ ഒരു വലിയ മാറ്റം നോക്കൂ, 3.5 വർഷം കേരളത്തിൽ ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു 10 കോടി രൂപ ഉണ്ട്, കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3.5 വർഷം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അടുത്ത് പോയി ഒരു ലൈസൻസും നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പോർട്ടലിൽ പോവുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്താൽ K-SWIFT വഴി നിങ്ങൾക്ക് കൃത്യമായി പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അതാണ് നേരത്തെ വിപ്ലവിലെ മുതലാളി പറഞ്ഞത്. അമേരിക്കയിലും സിംഗപ്പൂരിലും 3 ദിവസമാണെങ്കിൽ, ഇന്ത്യയിൽ 114 ദിവസമാണെങ്കിൽ 286 ദിവസം എന്നുള്ള കേരളത്തിൻ്റെ അവസ്ഥ മാറുകയും 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് 10 കോടി രൂപ കൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയും ചെയ്യുന്നു. വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ആ മാറ്റമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം. അത് നോക്കൂ, ഓറഞ്ചിലും ഗ്രീനിലും വൈറ്റിലും പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആ അർത്ഥത്തിൽ 2 മിനിറ്റ് സമയം മതി എന്നുള്ളതാണ്. ഇനി 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾ തുടങ്ങാൻ, നിങ്ങൾക്ക് റെഡ് സോണിൽ പെട്ടിരിക്കുന്ന വലിയ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ, ഫാക്ടറികൾ തുടങ്ങാൻ 7 ദിവസത്തിനുള്ളിൽ കോമ്പോസിറ്റ് ലൈസൻസ് അനുവദിക്കണം എന്ന ഒരു ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. വലിയ മാറ്റമാണത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനമായി നമ്മുടെ ബ്യൂറോക്രസിയുടെ കാഴ്ചപ്പാടിനെ മാറ്റി. ആ ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി ഇന്ന് ഇൻവെസ്റ്റ് കേരളയിൽ പ്രകടിപ്പിച്ചത്. റെഡ് ടേപ്പിസം ഇനി നിങ്ങൾക്കൊരു വിനയാവില്ല. കാരണം കാത്തിരിക്കേണ്ടതില്ല. 3.5 വർഷം കഴിഞ്ഞ് നിങ്ങൾ ലൈസൻസിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അതാണോ യാസസിൻ്റെ കാര്യത്തിൽ നാളെ ബ്രൂവറി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു തടസ്സവും പഞ്ചായത്തിന് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് റെഡ് കാറ്റഗറിയിൽ പെട്ടതല്ല, ഇത് ഗ്രീൻ കാറ്റഗറിയിലോ വൈറ്റ് കാറ്റഗറിയിലോ പെട്ടതാണെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയാൽ 50 കോടി വരെ നിക്ഷേപമുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാം. 50 കോടിക്കപ്പുറം ഒയാസിസ് അതിനപ്പുറം വരുന്നു. 680 കോടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ കോമ്പോസിറ്റ് ലൈസൻസ് ലഭിക്കും. അതൊരു പ്രധാനപ്പെട്ട നീക്കമാണ്. അതൊരു മിന്നൽ വേഗത്തിൽ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നു. ഇത് മാത്രമല്ല, ഇത് ബ്യൂറോക്രസിയുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടാക്കും. ഇന്നിപ്പോൾ നോക്കൂ, ഉദ്യോഗസ്ഥന്മാരിരിക്കുകയാണ്. അതാണ് ആന്റോ അഗസ്റ്റിൻ പറഞ്ഞത്. ടൂറിസത്തിൻ്റെ മേഖലയിൽ, MSMEയുടെ മേഖലകളിൽ, മറ്റു പാരമ്പര്യ തൊഴിലിൻ്റെ മേഖലകളിൽ ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ പോകുന്നു. അവർ കൃത്യമായി നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും. നിങ്ങൾ ഏത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം, എവിടെയാണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. ഇതിനെക്കുറിച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതായത് പണ്ട് എങ്ങനെ
തടയാമെന്നതായിരുന്നു ആലോചിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ എങ്ങനെ എണ്ണം കൂട്ടാം, എണ്ണത്തിൻ്റെ പേരിലാണ് മത്സരം. ആ ഒരു മത്സരം വരുന്നു, അതൊരു ആരോഗ്യകരമായ സംവാദമാണ് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നതും. അതുകൊണ്ട് കേരളത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ഈ സംരംഭക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പണ്ട് കോടതി വ്യവഹാരം വലിയ പ്രശ്നമായിരുന്നു. സിവിൽ കോടതിയിൽ പോയി മാസങ്ങളോളം കെട്ടിക്കിടക്കും. ഇപ്പോൾ അത് വേണ്ട. ഇപ്പോൾ അതിന് പകരം സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ വന്നു. സിവിൽ കോടതിയുടെ അധികാരങ്ങളുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ വന്ന് നിങ്ങളുടെ വ്യവസായ നിക്ഷേപവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനമുണ്ടാക്കി. അതായത് ഭരണ സംവിധാനത്തിൽ ഗവേണൻസിൻ്റെ രീതിയിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അത് ബ്യൂറോക്രസിയുടെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. അത് ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ ഇടയിൽ കാഴ്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. ചെറുപ്പക്കാരുടെ ഇടയിൽ ഇവിടെ സാധ്യമാണ് എന്ന കാഴ്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. ആ കാഴ്ചപ്പാടാണ് നമ്മൾ പണ്ടൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. സിലിക്കൺ വാലി തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ചൊരു സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ഉണ്ടാക്കി. ആ HP, അതാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന HP എന്ന് പറയുന്ന കമ്പ്യൂട്ടർ. അതേപോലെ ഈ കൊഡാക്ക് എന്ന് പറയുന്ന കമ്പനി. അതേപോലെ നമ്മുടെ സർവകലാശാലകളിലെ കുട്ടികൾക്കൊരു എക്കോ സിസ്റ്റം ഉണ്ടാക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് വലിയ മാറ്റത്തിൻ്റെ സൂചനയായിട്ട് നമ്മൾ കാണുന്നു. IBM പോലെയുള്ള കമ്പനികൾ വരുന്നു. ഹൈഡ്രജൻ വാലി എന്ന് പറയുന്ന വലിയ പ്രോജക്റ്റിലാണ് ദാവൂസിൽ 18,000 കോടി രൂപയുടെ വലിയ പ്രഖ്യാപനം നടത്താൻ സാധിച്ചത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 30,000 കോടി രൂപ കരണദാനം പറയുമ്പോൾ അദാനിയെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ പറയുമെങ്കിലും നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ദാറ്റ്സ് മണി. ആ പണം കേരളത്തിൽ വരണമെന്നും കേരളത്തിൽ ആ പണം സർക്കുലേറ്റ് ചെയ്യപ്പെടണമെന്നും ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ തൊഴിലവസരമാണതെന്നും മനസ്സിലാക്കുന്ന ഒരു സർക്കാരും പ്രതിപക്ഷവും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അനാവശ്യമായ തർക്കങ്ങൾക്കും അപ്പുറത്തേക്ക് തീർച്ചയായിട്ടും അതിനെയൊക്കെ രാഷ്ട്രീയമായും സാമൂഹികമായും ഒക്കെ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷേ വി നീഡ് മണി, വി നീഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം നമ്മുടെ ചെറുപ്പക്കാർ നേരത്തെയുള്ള കണക്ക് പ്രകാരം 31% അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ അൺഎംപ്ലോയിഡ് ആയിരിക്കുന്ന ഒരു ഗുരുതരമായ സാഹചര്യത്തിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. കേന്ദ്ര സഹായം നാൾക്കുനാൾ മെലിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് തനത് വിഭവങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ ടാലൻറ്റ് പൂളിനെ, നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ ഇൻ്റർനെറ്റ് സൗജന്യ അവകാശമാക്കിയ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ കണക്ടിവിറ്റി കേരളത്തിലെ ഏത് ഗ്രാമങ്ങളിലും ഇന്ന് ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് സംവിധാനമുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഏതൊരു യൂറോപ്യൻ സാഹചര്യത്തെയും കിടപിടിക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ പരിസരങ്ങൾ മാറണം. ഓരോ ഗ്രാമങ്ങളിലും IT ഹബ്ബുകളും ഗ്രാമങ്ങളിൽ വർക്ക് ഫ്രം ഹോം സ്റ്റേഷനുകളും ഒക്കെ വരുന്ന ഒരു കാലമായി നമ്മൾ മാറാൻ പോകുന്നു എന്നുള്ളൊരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മീറ്റാണ്. ആ അർത്ഥത്തിൽ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതിൽ പ്രത്യേക അഭിനന്ദനമുണ്ട്. പൂർണ്ണമായും നമ്മൾ യോജിക്കുകയാണ്. കേരളം ഒരു വലിയ ഹബ്ബായി തന്നെ മാറട്ടെ. ലക്ഷണമൊത്ത ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. Meet the editors.